ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം കണ്ടു. അതായത് ഒരു ചെറുപ്പക്കാരി യുവതി, ബോംബെക്കാരിയാണ്. അവർ വിവാഹം ആ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 18 മാസമേ ആയിട്ടുള്ളൂ. 18 മാസം മാത്രമേ ഉള്ളൂ വിവാഹ ജീവിതം നീണ്ടു നിന്നത്. അത് കഴിഞ്ഞ് അവർ ഭർത്താവുമായിട്ട് പിരിയുകയാണ്. അപ്പോൾ ഭർത്താവ് വലിയ പണക്കാരനാണ്. ഈ സഹോദരിയാണെന്നുണ്ടെങ്കിൽ ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്, അത് കൂടാതെ MBA കാര്യമാണ്. ഒരു നല്ല നിലയിൽ അവിടെ ഒരു IT വിദഗ്ധ എന്നുള്ളത് IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഈ സ്ത്രീ. ഭർത്താവ് നല്ല പണക്കാരനാണ്, വളരെ ഉയർന്ന നിലയിൽ കഴിയുന്ന ആളാണ്. അപ്പോൾ ഇവർ ഈ വിവാഹബന്ധം വേർപിരിയുമ്പോൾ ഈ ആലിമണി എന്ന് പറയുന്ന ഒരിടപാടുണ്ട്. അതായത് ആലിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ശിഷ്ടകാലത്തേക്കുള്ള ചെലവിനുള്ള അതും എല്ലാം, പിന്നെ അവർ സമ്പാദിച്ച പണം അവരും ഭർത്താവുമായിട്ട് ചേർന്ന് ഒന്നിച്ച് സമ്പാദിച്ചേക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള വീതം എല്ലാം കൂടെ അവരുടെ ഒരു ജീവിതത്തിലേക്ക്, അതായത് ഇനി അടുത്തുള്ള ഭാവി ജീവിതത്തിലേക്കായിട്ട് അവർക്ക് കൊടുക്കുന്ന തുകയാണ് ഈ ആലിമണി എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ആലിമണി ചോദിച്ചു വന്നപ്പോൾ അവർ ചോദിച്ച കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അവർ ആവശ്യപ്പെട്ടത് ബോംബെയിലൊരു വീട്, അതായത് മുംബൈയിലെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. എത്ര കോടി രൂപ വേണം? മുംബൈയിലൊരു വീട്, ഒരു BMW കാറ്. അതിൻ്റെ പ്രത്യേകത എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ടതാണ്, ഇവർക്ക് വേണ്ടതാണ്. ഏതായാലും അതിന് വളരെ വിലക്കുറവൊന്നും അല്ലല്ലോ. അതായത് ഒരു 50 ലക്ഷത്തിന് മുകളിലോട്ടേ ഉള്ളൂ BMW കാറ് നമുക്ക് കിട്ടുന്നത്, അതായത് ഓൺ റോഡാണെങ്കിൽ. പിന്നെ അത് കൂടാതെ 12 കോടി രൂപ, ഇത്രയും തുക മതി കേട്ടോ എന്ന് പറഞ്ഞു. ഇത് ബോംബെ ഹൈക്കോടതി ഇതങ്ങ് നിരാകരിച്ചു. ഇതൊന്നും തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അതിൽ തർക്കമായിട്ട് നേരെ സുപ്രീം കോടതി പോയി. അപ്പോൾ സുപ്രീം കോടതി, അതായത് ബോംബെ ഹൈക്കോടതി അതിന് പറഞ്ഞ കാരണങ്ങളെന്ന് പറയുന്നത് എന്തെന്നറിയോ? ഈ ആലിമണിയുടെ പ്രൊവിഷൻ എന്ന് പറയുന്നത് അത് സ്ത്രീകളെ, അതായത് ആളുകളെ മടിയന്മാരാക്കാനല്ല, അതായത് സ്ത്രീകളെ മടിച്ചികളാക്കാൻ വേണ്ടിയല്ല, അതായത് എന്ന് പറഞ്ഞാൽ അവർ ലേസി ആക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞേക്കുന്നത്. കാരണം അവർക്ക് ജെൻഡർ ഇക്വാളിറ്റി, അതായത് നമ്മൾ ഈ പറയുമല്ലോ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഉള്ള തുല്യത, അത് വരുത്തക്കോണം, അതിന് വരുത്താൻ വേണ്ടിയാണ് ഈ പ്രൊവിഷൻ. അല്ലാതെ ഇവരെ അലസകളാക്കി മാറ്റുക എന്നുള്ളതല്ല. അവർ കഴിവുള്ളവർ ജോലി ചെയ്ത് ജീവിക്കണം. അതുകൊണ്ട് ഇത് വെറുതെ ഒരാൾക്ക്, മറ്റേ ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ അയാൾ പണക്കാരനാണ് എന്നുള്ള കാരണം കൊണ്ട് എല്ലാം ഒന്നും ഇങ്ങനെ കൊടുക്കാൻ പറ്റിയല്ല. അവർക്കൊരു താമസ സ്ഥലം കൊടുക്കുന്ന കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞു. അതിന് റീസൺ പറഞ്ഞ ഇതാണ്. ആ റീസൺ നേരത്തെ ആലോചിച്ചാൽ അവർ അങ്ങനെ റീസണിങ് കൊടുക്കാം, ശരിയാണ്. കാരണം ഇങ്ങനൊരു പ്രൊഫഷൻ വെച്ചേക്കുന്നത് ഈ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി ആണ്. പിന്നെ പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ നിയമങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ CRPC, അതായത് ഇപ്പോഴത്തെ BNSS, അതിലൊക്കെ പറഞ്ഞേക്കുന്നത്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലൊക്കെ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒക്കെ പ്രൊവിഷൻ, അതായത് പഴയ CRPCയിലെ 125 125 വകുപ്പ്, അതൊക്കെ പറഞ്ഞേക്കുന്നത് ചെലവിന് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ കൊടുക്കണമെന്ന് കാണുമ്പോൾ പുരുഷൻ സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ളത് തന്നെ അതിൽ നിന്ന് കാണാം. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്തുവാ? അത് തുല്യത ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം സ്ത്രീ പുരുഷ സമത്വം വേണം, ആ ജെൻഡർ ഇക്വാളിറ്റിയും വേണം. അപ്പോൾ പുരുഷൻ പണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അയാൾ അധ്വാനിച്ചാൽ ഈ സ്ത്രീക്ക് അത് കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ തുല്യ പങ്കാളിത്തമുണ്ട് സ്ത്രീക്ക്. യഥാർത്ഥത്തിൽ കൂടുതൽ പങ്കാളിത്തം സ്ത്രീക്കാണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, ഈ ജെൻഡർ ഇക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് ഈ പ്രൊവിഷൻ എന്ന് പറഞ്ഞത്. ഒരു ശരിയായ നിരീക്ഷണമായിട്ട് തന്നെ ഞാനും കരുതുകയാണ്. അങ്ങനെ ഇത് പോരാ എന്നുള്ളത് കൊണ്ട് നേരെ ആ സഹോദരി സുപ്രീം കോടതിയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ജസ്റ്റിസ് VR ഗവായി, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒക്കെ, ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ഒക്കെ ഉള്ള ബെഞ്ചാണ്. ചെന്നു നോക്കിയപ്പോൾ ഇതാണ് കാര്യം. ഇത് കണ്ടപ്പോഴേ കോടതി ഉണ്ടല്ലോ രൂക്ഷമായ വിമർശനങ്ങളാണ് നടത്തിയതിനകത്ത്. കോടതി എന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്ന് ചോദിച്ചു. ശരിയായ ചോദ്യമാണ്. യുവതിയാണ്, 18 മാസമേ ഈ ഭർത്താവ് മൂത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനൊരു ചൂണ്ടയിടിയിലാണോ
എന്നുള്ള രീതിയിലാണ് അത് ഇതിൽ കാണാനിടയായത്. കാരണം വെറും 18 മാസം താമസിച്ചു, ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഡൈവോഴ്സ്. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിന് ഈ തുക ഇത്രയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഒരു ലാഭകച്ചവടം ഉണ്ടാക്കാനുള്ള ഇടപാടാണോ? ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അടുത്ത ആളെ വിവാഹം കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അതിൽ നിന്നും പിന്നെയും ഒഴിയാം, പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ചോദിക്കാം. അപ്പം ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാനുള്ള ഉദ്ദേശമാണോ എന്നുള്ള ഒരു സംശയമാണ് ഇതിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ബിരുദമൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊരു IT സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല, നിങ്ങൾക്ക് ആ ജോലി വേണ്ടെങ്കിൽ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ പോയിട്ട് ഒരുപാട് IT സ്ഥാപനങ്ങളുണ്ട് അവിടെ രണ്ടിടത്തും. അവിടെ ജോലി ചെയ്യാം. അവിടെ ജോലി നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് കഴിയണം. അല്ലാതെ അലസത കാണിച്ച് ഇയാളുടെ ഇന്ന് പണമെല്ലാം വാങ്ങിയെടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ദിവസം പോലെ നടക്കാം എന്നുള്ള കാഴ്ചപ്പാട് ശരിയല്ല. എന്നിട്ട് കോടതി അവസാനം ഒരു അൾട്ടിമേറ്റം പറഞ്ഞു, ബോംബെയിൽ ഒരു ഫ്ലാറ്റ് അനുവദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം, അതല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും പറ്റുന്ന ഒരു കാര്യമല്ല. കോടതിക്ക് തന്നെ വളരെ വിചിത്രമായി തോന്നിയ ആവശ്യങ്ങൾ, BMW കാറ്, 12 കോടി രൂപ, ഒരു വീട് മുംബൈയിൽ. ഇത് തോന്നിയപ്പോൾ കോടതി പറഞ്ഞു, മുംബൈയിൽ ഒരു വീടല്ല, മുംബൈയിലെ ഒരു ഫ്ലാറ്റ് അനുവദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം, അത് വേണമെങ്കിൽ തരാം, പരിഗണിക്കാം. ഇനി അത് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ തള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു വിധി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം ഇത് മറ്റ് പെൺകുട്ടികളും കാണേണ്ട ഒരു കാര്യമാണ്, കണ്ണു തുറന്ന് കാണണം. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളത് നിങ്ങൾക്ക് അൺഡ്യൂ എൻറിച്ച്മെൻറ്റ്, അതായത് ഇല്ലാത്ത വിധത്തിലുള്ള, പറ്റാത്ത വിധത്തിലുള്ള ധനകാര്യ സമ്പാദനത്തിനുള്ള ഒരു മാർഗമല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് കഴിയാനുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതം കഴിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഭർത്താവായിട്ടിരുന്ന ആൾ അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ കിട്ടണം. പക്ഷേ ഇത് 18 മാസമല്ല കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നഷ്ടപരിഹാരം ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാഴ്ചപ്പാടല്ല. ഏതായാലും സുപ്രീം കോടതിയുടെ ഈ വിധിയെ നമുക്ക് സ്വാഗതം ചെയ്യാനേ പറ്റുന്നുള്ളൂ.